കൊല്ലാനുള്ള സംഗതികളൊക്കെ റെഡിയാണ്. ഖുബൈബ് പറഞ്ഞു അത്രേ, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം തരുമോ? അവസരം കൊടുത്തു. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ശത്രുക്കളെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു അത്രേ, എനിക്ക് വേണമെങ്കിൽ ഈ 2 റക്അത്ത് റുക്കൂകളും സുജൂദുകളൊക്കെ സുദീർഘമാക്കിയിട്ട് ധാരാളം സമയം നിസ്കരിക്കാമായിരുന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് നിസ്കരിച്ച് തീർത്തത് ഞാൻ മുഹമ്മദ് നബിയുടെ അനുയായിയാണ്. മരണത്തെ എനിക്ക് പേടിയാണോ എന്ന് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുമോ? അതുകൊണ്ടാണോ ഞാൻ നിസ്കാരത്തെ ദീർഘിപ്പിച്ചത് നിങ്ങൾക്ക് തോന്നും. അത് തോന്നാതിരിക്കാനാണ് ഞാൻ വേഗം നിസ്കരിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്നുണ്ട്. ക്രൂശിക്കപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അല അയ്യി ശഖ്ഖിൻ ലില്ലാഹി മസ്റഇ വദാലിക ഫി ദാത്തിൽ ഇലാഹി വ ഇയശ യുബാരിക അല ഔസ്വാലി ശിൽബിൻ മുമസ്സഇ. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ നമുക്ക് കാണാൻ പറ്റും. എന്താ അതിൻ്റെ അർത്ഥം? ഒരു മുസ്ലിമായിട്ട് ഞാൻ ഈ ചിന്റെ മുകളിൽ കയറി ഞാൻ മരിക്കുകയാണോ, അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ മരിച്ചു വീഴുന്നതെങ്കിൽ, ഞാൻ ഏത് ഭാഗത്തേക്ക് മരിച്ചു വീണാലും എനിക്കതൊരിക്കലും നഷ്ടമല്ല. എനിക്ക് കിട്ടാൻ പോകുന്നത് ഷഹീദിൻ്റെ പദവിയാണ്, സ്വർഗമാണ്. അദ്ദേഹം പറയുന്നുണ്ട് വദാലിക ഫീ ദാത്തിൽ ഇലാഹി വ ഇയശ യുബാരിക അല ഔസാലി ശിൽവിൻ മുമസ്സഇ. എൻ്റെ ഇലാഹായ അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ആ ഇലാഹിൻ്റെ മാർഗത്തിലാണ് എൻ്റെ മരണം. അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കീറി മുറിക്കപ്പെട്ട എൻ്റെ ശരീരാവയവങ്ങൾ അതിൽ അവൻ ബറക്കത്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ കൊന്നുകളയുന്നത്. ക്രൂശിലേറ്റാൻ നിൽക്കുന്ന സമയത്തിൻ്റെ സെക്കൻഡുകൾക്ക് മുമ്പ് അബൂ സുഫിയാൻ ചോദിച്ചത്, ഖുബൈബേ, നീ മരിക്കുന്ന ഈ കഴുമരത്തിൻ്റെ, ഈ കുരിശുമരത്തിൻ്റെ അടുത്ത് നീ വിശ്വസിച്ച മുഹമ്മദ് നബി ആയിരുന്നുവെങ്കിൽ ഇന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ എത്തിക്കാൻ നീ തയ്യാറുണ്ടോ? എങ്കിൽ നിനക്ക് രക്ഷപ്പെടാം. ആ സമയത്ത് ഖുബൈബ് പറഞ്ഞൊരു വാക്ക് കാണാം, എൻ്റെ മുത്തുനബി ഇപ്പോൾ എവിടെയാണോ അവിടെ വെച്ച് ആ മുത്തുനബിയുടെ കാലിലൊരു മുള്ളു കുത്തുന്നത് പോലും ഖുബൈബ എനിക്ക് സഹിക്കൂല. എന്നിട്ടല്ലേ എൻ്റെ നബിനെ ഇവിടെ കൊടുന്നാക്കിയിട്ട് ഞാൻ രക്ഷപ്പെടുക? ഇത് കേട്ടപ്പോഴാണ് അത്ര അബൂ സുഫിയാൻ പറഞ്ഞത്, അള്ളാഹുവാണ് സത്യം, മുഹമ്മദിൻ്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ജനങ്ങളിൽ ഒരാളെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.